ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനായ നമ്മുടെ അമ്മമാരൊക്കെ റോൾ മോഡൽ ആക്കേണ്ട ഒരു അമ്മയെക്കുറിച്ചാണ്. കല്യാണം ഉറപ്പിച്ചു വെച്ച സ്വന്തം മകൾ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി പോകുമ്പോൾ ഒരു അമ്മ എന്താണ് ചെയ്യേണ്ടത്? യു ഗൈസ് ആർ റോങ്. ഇറ്റ്സ് ഓപ്ഷൻ ഇ. അത് കണ്ടന്റ് ആക്കി വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം വിത്ത് ക്ലിക്ക് ബൈറ്റ്. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മകൾ ഒളിച്ചോടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതൊക്കെ എന്ത്? അമ്മയുടെ റീച്ച് സഹിക്കാൻ പറ്റാണ്ട് ആ ഒളിച്ചോടി പെണ്ണ് അപ്ലോഡ് ചെയ്തത് പ്രഗ്നന്റ് ആയി പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു. അങ്ങനെ ഇവർ മെല്ലെ മെല്ലെ എയർന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മണവാളം പുതിയ വീഡിയോ ഇട്ടത്. അപ്പം മുതൽ ഇവർ എയറിലല്ല, സ്പേസിലാണ്. ട്രെൻഡിങ് പ്രാങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ആദ്യ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത് ജ്യൂസ് പ്രാങ്ക് ആണ്. അപ്പൊ ഏറ്റവും ആപ്റ്റ് ഒരു കപ്പിൾസ് നമ്മൾ പൊന്നൂസ് കിട്ടിയിട്ട് പൊന്നൂസോട് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രാങ്ക് ആക്കാന്ന് ചോദിച്ചപ്പോൾ പൊന്നൂസ് അവളെ ഹസ്ബൻഡിനെ പ്രാങ്ക് ആക്കാൻ അവള് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, മണവാളം നല്ലൊരു ബ്രില്യൻ പ്രാങ്കറാണ്. പക്ഷെ ചില സമയം ആ ബ്രില്യൻസ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ടാ ഒരുത്തൻ കണ്ണാടിന്റെ ഉമ്മർത്ത് നിന്ന് ഐഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാത്ത ഉള്ളത്തെ റിഫ്ലക്ഷൻ അടിക്കാത്ത ഗ്ലാസ് ആയിരിക്കില്ലേ എന്ന്. ഈ സീനിൽ കറക്റ്റ് ആ ഉള്ളത്തെ ബൾബ് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. മണവാളിനെ ഞാൻ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അവരെ കൊണ്ട് അഭിനയിപ്പിച്ചില്ല. പക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് എഡിറ്റർ ആ ഭാഗം ട്രിം ചെയ്ത് കളയാൻ മറന്നുപോയി, പാവം. എന്തായാലും പൊന്നുവിന് ആക്ടിംഗ് ഫീൽഡിൽ നല്ല ഭാവിയുണ്ട്. പക്ഷെ പൊന്നുവിന്റെ ഭർത്താവിന് അത്ര അഭിനയിക്കാൻ അറിയില്ല എന്നാണ് തോന്നുന്നത്. ഈ മച്ചാന്റെ അഭിനയം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. പൊന്നുവിന്റെ അമ്മയും ജീവിതം തന്നെ അഭിനയിച്ച് ഓസ്കർ വാങ്ങിയിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കല്യാണം കഴിഞ്ഞ വീഡിയോ അതെങ്ങനെ നല്ല കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് തമ്മിലൊക്കെ ഫോട്ടോ ഇട്ട് എന്തൊരു അഭിനയമാണ്. സ്വന്തം മകൾ ഒളിച്ചോടിയത് കണ്ടന്റ് ആക്കാൻ കാണിച്ച അമ്മയുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും അഭിനയം എന്ന് പറയും. മകൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് അവന്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ. സോഷ്യൽ ബ്ലേഡ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ പോലെ അവന്റെ വീഡിയോയ്ക്ക് 1,30,000 രൂപയുടെ മേലെ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത് ഇതൊന്നും ഞങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ്. ഞങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് അത് എഡിറ്റ് ചെയ്ത് ലോഗോയും ഇൻട്രോയും ക്ലിക്ക് ബൈറ്റ് ഒക്കെ ചേർത്തത്? ഇത്തിരി ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇവര് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിക്ക് ബൈറ്റ് ഒക്കെ ചേർത്ത് അപ്ലോഡ് ചെയ്തത്. ഇത് ഞാനല്ല പറഞ്ഞു, സ്വന്തം മകൾ തന്നെ പറഞ്ഞു. അമ്മയുടെ ഈ വീഡിയോ ഇറങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ മകളുടെ ചാനൽ വന്നത് പൊന്നു പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ തമ്മിലും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ നേരെ തിരിച്ചുള്ള വീഡിയോ ആയിരുന്നു. പൊന്നു ഗർഭിണിയായി, പക്ഷെ ഞാനോ പൊന്നു പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. ഒന്നല്ല നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക. കാരണം ഇങ്ങനത്തെ ഒരു തെറ്റായ വാർത്ത വരുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നിയമപ്രകാരം ഞാൻ പോകുള്ളൂ, ഞാൻ പ്രതികരിക്കാനോ കാര്യം ഇപ്പോഴും അവരുടെ പേരോ കാര്യങ്ങളോ ഞാൻ പറയില്ല. ഇവർ പറയുന്നത് ഇങ്ങനെയുള്ള ക്ലിക്ക് ബൈറ്റ് വെച്ച് ഫേക്ക് ന്യൂസ് ഒന്നും പ്രചരിപ്പിക്കരുത് എന്നാണ്. ഞാൻ യൂട്യൂബിൽ ഇക്കാര്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഇവരുടെ വീഡിയോ അല്ലാണ്ട് വേറെ ഒരു വീഡിയോ കൂടി ഞാൻ കണ്ടില്ല. തെറ്റായ വാർത്ത പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു വീഡിയോന്റെ തമ്പനയില് പ്രഗ്നൻസി പില്ലിന്റെ ഫോട്ടോ എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവുക. ആക്ച്വലി ഇത് തന്നെയാണ് ഏറ്റവും വലിയ ക്ലിക്ക് ബൈറ്റ്. അമ്മയുടെ അല്ലേ മോള് ഇത് ചെയ്തില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. ആക്ച്വലി ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് തന്നെ അമ്മയും മകളും 5-6 വീഡിയോസ് ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. അമ്മയുടെ ചാനലിൽ മകൾ കണ്ടന്റാണ്, മകളുടെ ചാനലിൽ അമ്മ കണ്ടന്റാണ്, ആൻഡ് നമ്മുടെ ചാനലിൽ ഇവർ രണ്ടുപേരും കണ്ടന്റാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് സഞ്ജയ്. ഇദ്ദേഹമാണ് ഈ ദുരന്തത്തിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ടത്. അതെ, ഇദ്ദേഹമാണ് പൊന്നുമായിട്ട് എൻഗേജ്മെന്റ് ചെയ്ത ആൾ. അതെ, ഞാൻ രക്ഷപ്പെട്ടു. അതൊരു സന്തോഷം ഉണ്ട്. സങ്കടമൊന്നുമില്ല, ഭയങ്കര സന്തോഷമുള്ളൂ. ഞാൻ അവള് തമ്മിൽ ഒരു 8 കൊല്ലത്തെ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിപ്പോ അവളുടെ വീട്ടുകാർക്കും അറിയാം, പിന്നെ അവളുടെ ഫാമിലി, എന്റെ ഫാമിലി, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരുന്നു. പൊന്നുവിനെ എൻഗേജ്മെന്റ് ചെയ്ത ആള് പറയുന്നത് 8 കൊല്ലത്തിന്റെ റിലേഷൻ ആയിരുന്നു. അപ്പൊ പൊന്നു ഒരേ സമയം 2 പേരെ നോക്കിണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, പൊന്നുവിന് അഭിനയത്തിൽ നല്ല ഭാവിയുണ്ട്. പിന്നെ ഇവന്റെ ഒലിപ്പിക്കൽ കണ്ട് കമന്റ് ബോക്സിൽ കിടന്ന് ഒലിപ്പിക്കുന്ന കുറച്ച് കമന്റ് ഓളികളുണ്ട്. നിങ്ങൾ ഇത് വേണമെങ്കിൽ എഴുതി വെച്ചു 1-2 വർഷത്തിനുള്ളിൽ തന്നെ പൊന്നു ഇവന്റെ വീട്ടിലേക്ക് വരികയും ചെയ്യും. അത് ഇവർ കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ അപ്ലോഡും ചെയ്യും. അപ്പൊ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് കൂടി അപ്പൊ പൊങ്കാലിടും. സീക്രട്ട് ഏജന്റിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.